ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ് അന്നദ ഏകാദശി. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 ഓഗസ്റ്റ് മാസം 18-ാം തീയതി വൈകുന്നേരം 5:22 മുതൽ 2025 ഓഗസ്റ്റ് മാസം 19-ാം തീയതി വൈകുന്നേരം 3:32 വരെയാണ്. അതുകൊണ്ട് തന്നെ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിവസം, അതായത് 2025 ഓഗസ്റ്റ് മാസം 19-ാം തീയതി നമ്മൾ ഏകാദശിയായി ആചരിക്കുന്നു. ഈ ഏകാദശിയുടെ പേര് അന്നദ ഏകാദശി. ഈ ഏകാദശി സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ഭക്ഷണ സമൃദ്ധി. എല്ലാവിധ പാപങ്ങളിൽ നിന്നും ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനും ജീവിതകാലത്ത് നമ്മൾ സ്വരൂപിച്ചിരിക്കുന്ന കർമ്മകടങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ഈ ഏകാദശി ആചരിക്കുന്നത് അങ്ങേയറ്റം ഫലം ചെയ്യും. ഏകാദശിയുടെ വ്രതകഥ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. രാജ ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ സത്യനിഷ്ഠ. തൻ്റെ സത്യം പാലിക്കുന്നതിനായി അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു, അല്ലേ? ഭക്തനായ രാജാവായിരുന്നു. രാജ്യം, സമ്പത്ത്, ഭാര്യ, കുട്ടി എല്ലാം ആ രാജാവിന് നഷ്ടപ്പെട്ടു. ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ കഥ എല്ലാവർക്കും അറിയാം, അല്ലേ? അദ്ദേഹം അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ദുഃഖിതനായി തൻ്റെ കർമ്മ പ്രാരാബ്ദങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു സന്യാസി എത്തുന്നതും എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഈ ജീവിതത്തിൽ ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, സത്യം മാത്രം പാലിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ഞാൻ, ഭക്തനായിരുന്നു, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിധി എനിക്കുണ്ടായത്, എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് ആ സന്യാസിയോട് ചോദിച്ചപ്പോൾ ആ സന്യാസി അതിന് പ്രതിവിധിയായി പറഞ്ഞു കൊടുത്തതാണ് അന്നദ ഏകാദശി വ്രതം അനുഷ്ഠിക്കാനായിട്ട്. രാജാവ് അന്നദ ഏകാദശി വ്രതം അനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് എല്ലാ സമ്പത്തുകളും തിരികെ ലഭിച്ചത് എന്ന് വിശ്വസിക്കുന്നു. അതാണ് അന്നദ ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട വ്രതകഥ. നമ്മൾ ഏകാദശി ദിവസം ഈ കഥ, ഈ ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ കഥ പറയുന്നതും പറഞ്ഞു കൊടുക്കുന്നതും അതുപോലെ തന്നെ പാരണ വീടുന്ന സമയത്ത് ഈ കഥ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതുമൊക്കെ നമ്മുടെ ഏകാദശി വ്രതത്തിന് പൂർണ്ണത നൽകുന്നു. അതുപോലെ തന്നെ ഈ അന്നദ ഏകാദശി ദിവസം ദാനം ചെയ്യുന്നത് അങ്ങേറ്റവും ഉത്തമമാണ്. ഭക്ഷണം ദാനം ചെയ്യാം, വസ്ത്രം ദാനം ചെയ്യാം. അതുകൂടാതെ മറ്റൊരു ദാനത്തെ പറ്റി പറയുന്നുണ്ട്, അതാണ് ആത്മീയ ദാനം. അതായത് ഏകാദശി ദിവസം നിങ്ങൾ ഭഗവാന്റെ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങേറ്റവും ഉത്തമമാണ്. അതുപോലെ ഒരു മനുഷ്യന് ആത്മീയമായി ഉന്നതി ലഭിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുന്നതും അങ്ങേറ്റവും ഉത്തമമാണ്. അതിനെയാണ് ആത്മീയമായ ദാനം എന്ന് പറയുന്നത്. 2025 ഓഗസ്റ്റ് മാസം 20-ാം തീയതിയാണ് നമ്മൾ പാരണ വീടേണ്ടത്. പാരണ വീടേണ്ടുന്നത് എങ്ങനെ എന്ന് എല്ലാവർക്കും അറിയാം. ഒന്നുകിൽ ക്ഷേത്രത്തിൽ പോയി ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് തീർത്ഥം സേവിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കണം. അതല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് തെളിയിച്ച് നാമം ജപിച്ച് പ്രാർത്ഥിച്ച് വ്രതകഥയൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പാരണ വീടണം, വ്രതം അവസാനിപ്പിക്കണം. പാരണ സമയം എന്ന് പറയുന്നത് കേരളത്തിൽ രാവിലെ, അതായത് 20-ാം തീയതി രാവിലെ 6:15 മുതൽ 10:22 വരെയാണ്. തമിഴ്നാട് 5:57 മുതൽ 10:07 വരെയാണ്. കർണാടക 6:08 മുതൽ 10:18 വരെ. ആന്ധ്രാപ്രദേശ് 6 മണി മുതൽ 10:10 വരെ. ഒറീസ 5:28 മുതൽ 9:42 വരെ. തെലങ്കാന 6 മണി മുതൽ 10
13 വരെ. ഗോവ 6:21 മുതൽ 10:32 വരെ. മഹാരാഷ്ട്ര 6:21 മുതൽ 10:35 വരെ. ഗുജറാത്ത് 6:28 മുതൽ 10:44 വരെ. മധ്യപ്രദേശ് 5:58 മുതൽ 10:15 വരെ. ഛത്തീസ്ഗഡ് 5:52 മുതൽ 10:15 വരെ. വെസ്റ്റ് ബംഗാൾ 5:15 മുതൽ 9:32 വരെ. ഹിമാചൽ പ്രദേശ് 5:50 മുതൽ 10:13 വരെ. പഞ്ചാബ് 5:59 മുതൽ 10:22 വരെ. ഉത്തർപ്രദേശ് 5:40 മുതൽ 10 മണി വരെ. ഹരിയാന 5:53 മുതൽ 10:15 വരെ. ഡൽഹി 5:53 മുതൽ 10:14 വരെ. ജാർഖണ്ഡ് 5:27 മുതൽ 9:43 വരെ. ബീഹാർ 5:25 മുതൽ 9:43 വരെ. കാശ്മീർ 5:57 മുതൽ 10:21 വരെ. രാജസ്ഥാൻ 6:1 മുതൽ 10:20 വരെ. ആസാം 4:58 മുതൽ 9:16 വരെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 5:08 മുതൽ 9:18 വരെ. ഇനി ദുബായ് 20-ാം തീയതി തന്നെ 5:55 മുതൽ 10:13 വരെ. അബുദാബി 5:59 മുതൽ 10:17 വരെ. ബഹ്റൈൻ 5:12 മുതൽ 9:31 വരെ. സൗദി അറേബ്യ 5:30 മുതൽ 9:47 വരെ. കുവൈറ്റ് 5:19 മുതൽ 9:41 വരെ. ദോഹ 5:10 മുതൽ 9:28 വരെ. ഷാർജ 5:54 മുതൽ 10:12 വരെ. ഒമാൻ 5:44 മുതൽ 10:01 വരെ. UK മാഞ്ചസ്റ്റർ 5:57 മുതൽ 9:28 വരെ. അർമേനിയ 6:18 മുതൽ 10:49 വരെ. ജർമ്മനി 5:57 മുതൽ 10:28 വരെ. ഡെൻമാർക്ക് വെസ്റ്റേൺ ഓസ്ട്രേലിയ 6:45 മുതൽ 10:25 വരെ. ലിബിയ 6:34 മുതൽ 10:28 വരെ. നൈജീരിയ 6:22 മുതൽ 9:28 വരെ. സ്വീഡൻ 5:17 മുതൽ 10:19 വരെ. ഇറ്റലി 6:23 മുതൽ 10:28 വരെ. വെല്ലിംഗ്ടൺ ഓസ്ട്രേലിയ 6:36 മുതൽ 10:17 വരെ. സിംഗപ്പൂർ 7:3 മുതൽ 11:06 വരെ. മാലിദ്വീപ്സ് 6:2 മുതൽ 10:07 വരെ. ചൈന 4:22 മുതൽ 9:02 വരെ. മലേഷ്യ 7:10 മുതൽ 11:15 വരെ. പോണ്ടിച്ചേരി 6 മണി മുതൽ 10:09 വരെ. സാംബിയ 6:21 മുതൽ 10:14 വരെ. ജോർദാൻ 6:04 മുതൽ 10:28 വരെ. ഇസ്രായേൽ 6:07 മുതൽ 10:31 വരെ. സൗത്ത് ആഫ്രിക്ക 7:19 മുതൽ 10:28 വരെ. റഷ്യ 5:11 മുതൽ 10:05 വരെ. ന്യൂസിലാൻഡ് 7:05 മുതൽ 10:38 വരെ. ജോർജിയ 6:14 മുതൽ 10:47 വരെ. അയർലൻഡ് 6:14 മുതൽ 9:28 വരെ. ഉഗാണ്ട 6:49 മുതൽ 10:52 വരെ. അമേരിക്ക ന്യൂയോർക്ക് 6:12 മുതൽ 10:43 വരെ. കാനഡ 6:10 മുതൽ 10:47 വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 6:12 മുതൽ 10:54 വരെ. ഇതാണ് സ്ഥിരമായി നമ്മൾ പറയുന്ന സ്ഥലങ്ങളിലെ പാരണാ സമയങ്ങൾ. ഇനി മറ്റേതെങ്കിലും സ്ഥലങ്ങളിലെ പാരണാ സമയം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ, അതിന് മറുപടിയായി ഞാൻ നൽകാം. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ട് വീഡിയോ എടുക്കുന്നതിനായിട്ട്. പുറത്ത് നല്ല മഴയുണ്ട്. അതുമാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 2 ആഴ്ചകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വിഷമകരമായ ഒരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളോട് ഞാൻ പറയാം. കുറേശ്ശെ ആണെങ്കിലും രാമായണത്തിലെ കഥകളൊക്കെ നിങ്ങളോട് പറയുന്നത് മുടക്കം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത്. ഏകാദശിയുടെ ഇന്നത്തെ ഈ വീഡിയോ ഇട്ടത് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഞാൻ ഏകാദശി വീഡിയോ ഇടുന്നത് നോക്കിയിരിക്കുന്നുണ്ട്. ഭഗവാന്റെ കാര്യമാണ്, അത് മുടങ്ങരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങളെല്ലാവരോടും ഞാൻ എൻ്റെ ആ ദുഃഖകരമായ അവിശേഷം ഒരു ദിവസം ഞാൻ പറയാം. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.